ഹലോ, ഇന്നൊരു ഗ്രേപ്പ് സ്ക്വാഷ് ആണ്. ഇൻഗ്രീഡിയൻസിൻ്റെ മെഷർമെൻ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രേപ്സ് ഇട്ട് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് നല്ലതുപോലെ വേവിച്ചെടുക്കണം. നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ബീട്രൂട്ടും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഓപ്ഷണലാണ്. നമുക്ക് നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇട്ട് കൊടുത്തുള്ളത്. നല്ല റെഡ് കളർ ഗ്രേപ്സ് ആണെന്നുണ്ടെങ്കിൽ ബീട്രൂട്ട് ഇടേണ്ട ആവശ്യമില്ല. ഗ്രേപ്സ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇതുപോലെ സ്മാഷ് ചെയ്യുന്ന തവിയുണ്ട്. അത് യൂസ് ചെയ്തിട്ട് സ്മാഷ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാ തവി യൂസ് ചെയ്തിട്ട് നല്ലതുപോലെ ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം. വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് ബീട്രൂട്ട് ഇതിൽ നിന്ന് റിമൂവ് ചെയ്ത് വയ്ക്കാം. ബീട്രൂട്ട് അതിൽ ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ ഗ്രേപ്സിൻ്റെ ടേസ്റ്റിനേക്കാളും ചിലപ്പോൾ കൂടുതലായിട്ട് നിൽക്കും. ഗ്രേപ്സ് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കത് സ്ട്രെയിനറിലേക്ക് മാറ്റി അരിച്ചെടുക്കാം. അരിച്ചു വെച്ചിരിക്കുന്ന ഗ്രേപ്സിൻ്റെ വേസ്റ്റ് നമുക്ക് വേറൊരു ബൗളിലോട്ടിട്ട് അതിലൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഒന്നും കൂടി അതിനെ അരിച്ചെടുക്കാം. ജ്യൂസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഷുഗറൊക്കെ ആഡ് ചെയ്ത് നല്ലതുപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. നമ്മളിത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അതിൽ വെള്ളം വറ്റി വറ്റി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വെള്ളം വറ്റിക്കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ലൈം ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം വറ്റി കഴിയുമ്പോൾ നമുക്കതിൻ്റെ കൺസിസ്റ്റൻസി നമുക്കങ്ങനെ ഒഴിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും. നല്ല കട്ടിയിലെടുക്കരുത്, കുറച്ച് ലൂസായിട്ട് വേണം എടുക്കാനായിട്ട്. ചൂടാറുന്ന സമയത്ത് അത് ഒന്നും കൂടി തിക്കായി പോവും. നമുക്കതൊരു 3 വീക്സ് വരെ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാം. സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ സൂക്ഷിക്കണം. നമ്മളെ ബോട്ടിൽ ഒട്ടും തന്നെ വെള്ളം പാടില്ല. നല്ല ഡ്രൈ ആയ ബോട്ടിലിൽ സ്റ്റോർ ചെയ്ത് വെക്കാവൂ. യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫ്രിഡ്ജിലോട്ട് തിരിച്ചു വെക്കണം. സ്പൂണൊക്കെ യൂസ് ചെയ്തിട്ടാണ് സ്റ്റോർ ചെയ്ത കണ്ടെയ്നറിൽ നിന്ന് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ സ്പൂണൊക്കെ ഡ്രൈ ആക്കിയിട്ട് എടുക്കണം. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം.